ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ ഇത്ര നാളും വീഡിയോ ഇടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേസ് ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഞാൻ ഇതിനകത്ത് കുറേ വേൾഡ് ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ മുമ്പിട്ട മോഡില്ലേ അതിൻ്റെ കുറേ വേൾഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം കൊണ്ട് ഡിലീറ്റ് ചെയ്തപ്പോൾ ആ ബേസിന് അതും കൊണ്ട് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് കുറേ സമയം എടുത്തുകൊണ്ട് ഞാൻ പുതിയ ബേസ് ചെയ്തെടുത്തു. ഗൈസ് ഈ ബേസിൻ്റെ സൈസ് ഒന്നും കണ്ട് നിങ്ങൾ ഒന്നും പറയണ്ട. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴാണ് ഞെട്ടാൻ പോകുന്നത്. കണ്ടോണേ, ഇവിടെ ബോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ബിക്കോസ് ഇവിടെ അതിൽ മൂമ്പ് സ്പൂൺ ആവുന്നുണ്ട്. അതാ ഗൈസ് ഇവൻ പോകുന്ന വഴി കൂടെയുള്ള എല്ലാ ബ്ലോക്കും അടിച്ച് ഒട്ടിക്കും. എനിക്ക് തൽക്കാലം എമറാണ്ടുണ്ട് ചോദിക്കാം. റെഡിയാണോ? നമ്മുടെ വീട് കാണാം. ഇവിടെ നിന്നിട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് 2 റിസോർട്ട് റൂമാണ് എന്ന് പറയുമ്പം ബാത്റൂമായിട്ട് എടുക്കാം. കുളിക്കാൻ ഇവിടെ ഇത് വയ്ക്കാൻ മറന്നുപോയി. സോൾ ലാറ്റിൻ കളിക്കണ്ട. ലാറ്റിൻ വെച്ചാൽ ഇത് പോവും. നമ്മളതുകൊണ്ട് ഈ കൂട്ടത്തിൽ കാണുമായിരിക്കും. ഇല്ല, അപ്പോൾ സെർച്ച് ചെയ്തെടുക്കുന്നതാണ് ബെറ്റർ. ഞാൻ ഇപ്പം പണിഞ്ഞിറങ്ങേ ഉള്ളൂ. അതാ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി ഇപ്പം പണിയെടുത്തതേ ഉള്ളൂ. ലാറ്റിനെടുത്ത് ഇപ്പം സോൾ ലാറ്റിൻ അല്ല വയ്ക്കണ്ട, സാധാ ലാറ്റിനാന്ന് തോന്നുന്നു. ഒട്ടമില്ല, അതൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതാകത്തുള്ള എല്ലാത്തിനും കുഴപ്പം. കുറേ കാണുകയും ചെയ്ത് കിട്ടത്തുമില്ല. ഇത് തന്നെ വളരെ നമ്മുടെ സാധാ ലാറ്റിൻ വയ്ക്കുമ്പോൾ കിട്ടുക വെച്ചാൽ നല്ല. സോൾ ലാറ്റിൻ എന്ന് പറയുമ്പോൾ കടലിൻ്റെ അടി വയ്ക്കുന്ന ലാറ്റിനാണ്. ഓക്കെ, ഫസ്റ്റ് ബാത്റൂം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ട്രാപ്പ് ഡോർ വയ്ക്കുന്നില്ല ഗൈസ്, വെച്ചൊരു പണിയാണ്. ഞാൻ പറഞ്ഞില്ല, ഇവൻ കണ്ണി കാണുന്ന എല്ലാം ഇത് പൊടിച്ചു ഇതിന് ഭംഗി പോയി. ഗൈസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതാകത്തുള്ള ബ്ലോക്ക് ഷെയ്ഡേഴ്സെല്ലാം എവിടെ നിന്നിട്ട് ഗൈസ് നമ്മൾ ഇതുണ്ട് ഈ കൺസ്ട്രക്ഷൻ തന്നെ കാണുന്നത് ഗൈസ്. കോൺക്രീറ്റ് എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം ഇത് ഡേർട്ടും കൺസ്ട്രക്ഷൻ ഇറങ്ങുമ്പോൾ നല്ല ഇതാലും പോകത്തില്ല. അതുകൊണ്ട് ഇത്രയും വെച്ച് നമ്മളെ പണിയത്തുള്ളൂ. ബിക്കോസ് നമുക്ക് അത്രേ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ഇതാണ് റൂം. ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, ഒരു മ്യൂസിക് ഇത്, പിന്നെ ഇത് ഫർണസ്. എന്നിട്ട് ഇവിടെ ഒരു ബ്ലാസ്റ്റ് ഫർണസും ഒരു ഫർണസും 2 ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു ബുക്ക് ഷെൽഫും. ഈ ടാപ്പ് ഡോറിൻ്റെ അടിയിലോട്ടുള്ളത് ഞാൻ പിന്നെ കാണിച്ചാൽ ഫസ്റ്റ് തന്നെ വീട് ഫുൾ കാണിച്ചേട്ടെ. പിന്നെ ഇത് പറയണം, ഈ ബുക്കിൻ്റെ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഭംഗിക്ക് വെച്ചിരിക്കട്ടെ. പിന്നെ ഒരു സ്റ്റെപ്പ്, ഇവിടെ കുറേ ചെസ്റ്റ്, അതൊന്നും ഇല്ല. പിന്നെ ജൂക്ക് ബോക്സ്, പിന്നെ ഒരു വീണ്ടും ഇവിടെ ചെസ്റ്റ്. ഇവിടെ ഈ എൻചാൻറ്റ് ചെയ്യാനുള്ള സാധനങ്ങളല്ല. 2 അൻവില്, 3 എൻചാൻഡ് ബുക്ക്, പിന്നെ ഒരു ടാർഗറ്റ്. ഇത് ബോറടിച്ചിരിക്കുമ്പോഴേ ഇതെടുത്ത് എയിം ചെയ്ത് വിടണം. ഞാനിവിടെ വയ്ക്കാൻ നോക്കി, പക്ഷേ കറക്റ്റായില്ല, കറക്റ്റ് പോകുന്നില്ല. അത് അവിടെ എത്തുമ്പോഴത്തേക്കും കുരഞ്ഞു വീഴുന്നു. ഗ്യാരസ് എടുത്തേക്കാം, അല്ലെങ്കിൽ പിന്നെ എടുത്ത. ഓക്കെ, ഞാനത് അത്ര അടുത്ത് നിന്നിട്ടത് എൻ്റെ പവർ ഉപയോഗിച്ചിട്ടല്ല. ഞാനതിൻ്റെ പവർ ഉപയോഗിച്ചിട്ടല്ല, അത് എനിക്ക് ഇതിനിടെ കണ്ട ഒരു ബാൽക്കണി. പിന്നെ അവിടെ അതുണ്ട് ആ സ്റ്റേഡിയം സൗകര്യം. പിന്നെ കാണിച്ചു തരാം. അത് ഞാൻ പണിഞ്ഞ ഗായ്സ്. അങ്ങനെ ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചായിരുന്നു. അങ്ങനെ അനിയത്തി വിളിക്കുന്നത്. ഇവിടെ ഇപ്പോഴും കടന്ന് വിളിച്ചോണ്ടിരിക്കുക, ഞാൻ കേൾക്കാൻ പോകുന്നില്ല ഗൈസ്. ഞാൻ ട്രാപ്പ് ഡോർ പറഞ്ഞില്ലേ ഗൈസ്, ഇതൊരു സർവൈവൽ ഹൗസായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടാം. ബിക്കോസ് നമ്മളിത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ എത്തുമ്പോൾ തന്നെ
ഇവിടെ ഇതുണ്ട് ഫാമിങ് അതല്ല. അവിടെ രണ്ട് 3 മോൺസ്റ്റർ സ്പോണർ വെച്ചിട്ടുണ്ട്. ഒന്ന് ചിക്കിൻ്റെ കണ്ട കൈസ് ഇത്ര ഫുഡുണ്ട്. നമുക്ക് ഇൻഫിനിറ്റി കണ്ട മുട്ടയിലിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ഇവിടെ ഇത് 3 ഇവിടെ എങ്ങനെ അയ്യോ ഞാൻ എന്തോ കണ്ട ഇവൻ കണ്ണി കാണുന്ന മിക്കതും പൊളിക്കും. പക്ഷെ അത് പൊളിച്ചിട്ട് വലിയ കാര്യമില്ല കൈസ്. നിങ്ങൾ ചോദിക്കും എന്തിനാ അത്ര വലിയ പൂക്കൈ പണിഞ്ഞാൽ കൈസ് കോഴിക്ക് പറ്റും. കോഴിക്ക് പറക്കുള്ള കഴിവ് ഒറിജിനലി ഇല്ല, ബട്ട് ഇതിൻ്റെ അകത്തുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ട് ഞാൻ പേടിച്ച് വെച്ചത്. അതാകുമ്പം കോഴി ചാടി പോത്തില്ലല്ലോ. ഒന്ന് കേജാണ് വെച്ച്. അത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ കഴിക്കാൻ തോന്നിയില്ലെങ്കിൽ മീൻ കഴിക്കാം. പ്ലീസ് ഞാൻ നോൺ വെജ് അതാ. വെജിറ്റേറിയൻ ഫുഡ്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല. സോ എന്നിട്ട് നമുക്ക് പിടിക്കാൻ ചൂണ്ട മതി. നിങ്ങൾക്ക് ചൂണ്ടിട്ട് പിടിക്കുക അല്ലെങ്കിൽ അല്ലാതെ പിടിക്കാം. നമുക്ക് ഫിഷ് ഇടാം. മീൻ കൊത്തും, കുത്തിയല്ലേ പറ്റൂ. ഫിഷ് ചെയ്ത് നമുക്ക് കണ്ട മീൻ കിട്ടും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തുവാ ഇങ്ങനെ പിടിക്കാം. ഇതിന് അത്ര സമയം വേണ്ട. ജസ്റ്റ് നല്ല മൂർച്ചുള്ള ആയുധം മതി. മൂർച്ചുള്ള ആയുധം മീൻസ് പിച്ചാത്തിയോ കത്തിയോ ഇത് വെച്ചിട്ട് ഒരു അടി കൊടുത്ത് മീനെ അത്താക്കിയാൽ മതി. പിന്നെ ഇവിടെ മോൺസ്റ്റർ സ്പോണർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫുഡ് തീരലും, നമ്മൾ ഫുഡ് തീർന്ന് ചത്തു പോലും. അല്ലെങ്കിൽ നമ്മൾ ചാവത്തില്ല, ക്രിയേറ്റഡ് ആയിട്ട് കളിക്കുക. പിന്നെ ഞാൻ വെജിറ്റേറിയൻ പണിയാൻ കിടക്കുക. ഇത് ഞാൻ അടുത്ത വീഡിയോ പണിയും, അതാണ് ലേറ്റായത്. ഗൈസ് നിങ്ങൾ വേണമെങ്കിൽ വെജിറ്റേറിയൻ പണിയാം. ഞാൻ വെജിറ്റേറിയൻ അല്ലല്ലോ, അതാ. പിന്നെ ഗൈസ് ഞാൻ വെജിറ്റേറിയൻ അല്ല, അതാ ഫുഡ് വയ്ക്കാത്ത. ഇനി മറ്റേ മൈതാനം കാണിക്കണ്ട, അത് ഞാൻ പണിഞ്ഞതാണ്. ഇത് പണിയാനാ എൻ്റെ ടാലൻ്റ്. അതിനകത്ത് കളിക്കുന്ന പ്ലേസ് ഗൈസ് നിങ്ങൾ എനിക്ക് വട്ടാണ് ഇത്ര വലിയ ഹൈറ്റ് ഇതെല്ലാം പണിഞ്ഞിരിക്കാൻ. അതല്ല ഗൈസ്, കുറേ ചലന്തിയും ഇവിടെ നമ്മൾ വിചാരിക്കുന്ന സാധനം സ്പൂണാണെന്ന്. ഇവിടെ നിന്നാണോ കാണുന്നത്? അയ്യോ ഇവിടെ അവിടെ ആയിരുന്നു. നമ്മൾ കുറേ ഹൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ പറക്കുന്ന എബിലിറ്റി കുറയും. ഗൈസ് കണ്ടോ, ഒരു ഫുട്ബോൾ മൈതാനം ടട്ടാൻ. ഗൈസ് കണ്ട ഗൈസ് ബൗണ്ടറി എല്ലാം വരച്ച്. ഗൈസ് ഞാൻ ബൗണ്ടറി വരയ്ക്ക് ഉപയോഗിച്ചത് വൈറ്റ് കോൺക്രീറ്റ് ആണ്. പിന്നെ ഇതിനും വൈറ്റ് കോൺക്രീറ്റാണ്. പിന്നെ കോബോബ് വേണം. ഇത് നിങ്ങൾ ഇതിൽ കളിക്കാൻ ക്രിയേറ്റിട്ട് കളിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലാതെ നിങ്ങൾ ഇതിൽ സർവൈവൽ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേ ഇതിനെ ട്രാപ്പ് ചെയ്ത് കുറേ കേവ് സ്പൈഡറിനെ ട്രാപ്പ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഗൈസ് ഇത്രേ ഉള്ളൂ ഈ ബേസ്. ഓ മൾട്ടി ചെയ്യും ഗൈസ്. ഞാൻ വെറുതെ ഓവർ എക്സ്പെക്റ്റ് ആയിപ്പോയി. ഞാൻ വിളിച്ച മൾട്ടി യൂണിവേഴ്സ് ആയിരിക്കും. ഇപ്പോൾ വിചാരിച്ചാൽ നമുക്ക് മൾട്ടി യൂണിവേഴ്സ് പണിയാം. അത് അത്രേ ഉള്ളൂ ഗൈസ്. എന്നിട്ട് എനിക്ക് സംശയമുണ്ട് ഇവിടെ ഫുട്ബോൾ ഇല്ലാത്തത്. എനിക്ക് റൗണ്ട് ഒബ്ജക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഇവിടെ മൈൻക്രാഫ്റ്റ് ആയിട്ട് ഫുള്ള് എന്തോ സ്നോബോൾ ഉള്ളേ. ഓക്കെ ഇപ്പം നമുക്ക് ഫുട്ബോൾ ഇല്ല, അതുകൊണ്ട് നമ്മൾ സ്നോബോൾ വെച്ച് കളിക്കും. ഗോൾ ഗോൾ. എന്നിട്ട് നമുക്ക് സെലിബ്രേഷൻ ഇടാം, ഇമോട്ടൊക്കെ ഇട്ട്. ഞാൻ അടുത്ത പന്തും കൊണ്ടു പായുന്നു. അങ്ങനെ റൊണാൾഡോയുടെ ഗോൾ. എന്നിട്ട് വീണ്ടും സെലിബ്രേഷൻ ഇടും ഓവർ ദയർ. എന്നിട്ട് കുറേ മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ട്. കണ്ട നമ്മൾ നേരത്തെ പിടിച്ച മീനാ പച്ചയ്ക്ക് ഇരിക്കുന്നു. ഗൈസ് നമ്മൾ ഫാർമേഴ്സെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഗൈസ് ഇപ്പോൾ 9 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് വിചാരിച്ചാൽ വേണമെങ്കിൽ വെജിറ്റേഷൻ പണിയാം. ഗൈസ് എന്തായാലും ഈ വീഡിയോ ആണെന്ന് ഒരാളായാലും വെജിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ അയാൾക്ക് ഇത് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് എൻ്റെ ഹൗസ് ഇത് എല്ലാവർക്കും സർവൈവ് ചെയ്യണം. ഗൈസ് ഞാൻ മൈൻക്രാഫ്റ്റ് അക്കൗണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളിക്കാം. മൾട്ടിപ്ലെയർ കളിക്കുന്നെങ്കിൽ ഞാനുണ്ട്, പേടിക്കണ്ട.
ഇവിടെ നിന്നൊന്നും പൊളിക്കണം, ബിക്കോസ് ഞാൻ അതായിട്ടാണ് കണക്ട് ചെയ്തിട്ടേക്കുന്നതാണ്. പൊട്ടിച്ച സീന. ഓ, ഞാൻ അവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട്. നിങ്ങളിത് അക്വാറായിട്ട് എടുക്കില്ല, സത്യം പറയും, നിങ്ങളത് അക്വാറായിട്ട് എടുക്കല്ലോ. ഇത് നമ്മുടെ ഫുഡിന് വേണ്ടിയാണ്. അവിടെ നമ്മൾ മീറ്റ് ഫാം ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ഇറച്ചി കഴിക്കാത്തവരുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും മീൻ കഴിക്കാത്തവരോ? അല്ലല്ല, ഇത് കഴിക്കാത്തവരോ? പക്ഷെ അതിനുള്ള ആൻസറാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നീട്ടി ചെയ്യണം, ഒരു പാലം കണക്ക്. ഗൈസിൻ്റെ അനിയത്തി വിളിക്കാൻ. ഗൈസിൻ്റെ അനിയത്തി ബൗണ്ട് ചോദിച്ചു വന്നതാണ്. ഫ്രിഡ്ജൊരു 5-6 ബൗണ്ട് ഇരിക്കുന്നു. അത് എൻ്റെ അനുവാദമില്ലാതെ ഞാൻ ഇടിക്കുന്നറിയാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പണിയാം. അതാകുമ്പം നമ്മുടെ കോഴി ഫാമിൻ്റെ കൂടെ ഇതും കാണും. എന്നിട്ട് ഇതിക്കൂടെ കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ, മമ്മിക്കൂടെ. ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നിരത്തി വെച്ച് ഇവിടുന്ന് ഇങ്ങനെ ഒരിത് ഇവിടെ 2 എന്നിട്ട് ബാക്കി ഇവിടെ നിന്ന് നിരത്തി പിടിച്ച് ഇങ്ങനെ വരുവാണ് വേറൊരെണ്ണം. എൻ്റെ പുതിയ ഹൈക്കുമല്ലേ, നമുക്ക് പണിയാം. ഗൈസ് അതിന് നമുക്ക് ഫസ്റ്റ് ഹോ വേണം. ഗൈസ് എൻ്റെ ബൗണ്ട് ഒന്ന് കഴിക്കട്ടെ. എത്ര മണിക്കൂറുള്ള? 1 മണിക്കൂറാ? ഗൈസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട മുട്ടായും കൂടെ പറയുന്നതായിരിക്കും. അതിന് ബൗണ്ടി അല്ല, സ്നിക്കേഴ്സും 5 സ്റ്റാറും ഇഷ്ടം. 5 സ്റ്റാറല്ല, സ്നിക്കേഴ്സും ഡയറി മിൽക്ക് അത്ര ഇഷ്ടമല്ല. ബിക്കോസ് ഇപ്പോൾ ഡയറി മിൽക്ക് അങ്ങനെ വന്ന് വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയുള്ള ഡയറി മിൽക്കായി പോയി. സത്യം പറയാം, ആ ഒരു കമ്പനി കാഡ്ബറി ഡയറി മിൽക്ക് ഇറക്കിയതൊരു പരാജയം തന്നെയാണ് ഞാൻ പറയും. സോ ആ മുട്ടായിക്ക് പോകും. ഗായ്സ് എന്താന്ന് ഞാൻ പൊട്ടിയെന്ന് പറഞ്ഞാൽ പണ്ടുള്ളായിരുന്നു. ഡാഡെന്ന് പറയുമ്പോൾ അത്ര ഒന്നുമില്ല. ഇപ്പം ഒന്ന് സിഗ്മകൾക്ക് മാത്രമാണ്, നോട്ട് ഫോർ അതേഴ്സ്. ഞാനും എൻ്റെ കൂട്ടുകാരെ നല്ല മണ്ട സിഗ്മയായിപ്പോയി. ഇത് പറയാനാ പറഞ്ഞ് ഇനി നമുക്ക് ഇതിലോട്ട് പോവാം. നമുക്ക് ഡേർട്ട് വേണം. ഡേർട്ട് അല്ലെങ്കിൽ ഗ്രാസ് ബ്ലോക്കോ. ഡേർട്ട് എടുക്കാം. അതാകുമ്പോൾ കുറച്ച് നോക്കട്ടെ ഡേർട്ട് പറ്റുമല്ലോ. അങ്ങനെ ഡേർട്ട് പറ്റത്തില്ല, ഗ്രാസ് ബ്ലോക്ക് തന്നെ വേണം. ഓക്കെ, നേച്ചറിൽ കയറി ഗ്രാസ് ബ്ലോക്ക് എടുത്ത് ഞാനിപ്പം മോഡ് വീട് ഇടാതെന്ന് പറയുമ്പം എനിക്ക് മോഡ് ഇടണമെന്നുണ്ട്. ബട്ട് നിങ്ങൾ വിചാരിക്കുന്ന ചിലവർക്ക് മോഡ് ഇഷ്ടമല്ല. അതാണ് ഞാൻ പറയാൻ വന്നത്. പിന്നെ ഇത്ര നീട്ടിയെന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ഈ ഫാമേ, ഈ കോഴിയുടെ ഫാം, കോഴി, പന്നി, പശു, ആ ഫാം ഇത്രയും ഞാൻ ഇട്ട ബേസ്മെൻ്റ് അത്രയും കണ്ട് ഇത്ര ഉണ്ട്. ഇത്ര മതിയല്ലേ വീടുക്ക്? ഇതെല്ലാം നമ്മുടെ വയറ്റിലോട്ട് പോകാനുള്ളതല്ലേ. വാട്ടർ കണക്ഷൻ അവിടെ കൊടുക്കുമ്പോൾ എനിക്ക് ഇതിവിടെ കൊടുക്കുമ്പം ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് എടുക്കാം. വാട്ടറിന് അടിയിൽ നിന്ന് പിടിച്ചു പോകാം. അടിയിൽ നിന്ന് പിടിച്ചു പോകാൻ പറ്റത്തില്ല. മണ്ടയ്ക്കത്തോട്ട് ഇതായാലും അടിയിലത്തെ പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ.
അതാ ഗൈസ് മൈൻക്രാഫ്റ്റിൻ്റെ ഇത്. ഗൈസ് ഞാൻ പുതിയ പുതിയ ഗെയിമിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഇടാതെന്ന് പറയുമ്പോൾ നോ കമൻറ്റ്. സീരിയസ് നിങ്ങൾ തുടങ്ങാൻ പറഞ്ഞില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ എനിക്കത് ഇടാൻ പറ്റത്തുള്ളൂ. ഗൈസ് മറ്റേ ആ ഗെയിമിൻ്റെ പേരല്ലേ നിങ്ങൾക്ക് അറിയാമല്ലേ. അതുകൊണ്ട് ഇതിനകത്ത് ഈ വീഡിയോയിൽ ആ ഗെയിം കളിക്കണോ കളിക്കണ്ടേന്ന് മാക്സിമം കമൻറ്റ് ചെയ്യുക. ആ ഗെയിമിൻ്റെ പേര് അടിച്ചിട്ട് എക്സ് അടിച്ചാൽ മതി. സീരിയസ് തുടങ്ങണ്ടെങ്കിൽ ആ ഗെയിമിൻ്റെ പേര് അടിച്ച് നോന്ന് അടിക്കുക. അത് നിങ്ങൾ വേണ്ടെങ്കിൽ നോന്ന് അടിച്ചാൽ മതി. ഒരു ഗെയിമിൻ്റെ സീരിയസും വേണ്ടാവുന്നു ഗൈസ്. നിങ്ങളുടെ ഇഷ്ടം കൂടെ നോക്കല്ലോ. നിങ്ങളുടെ ഇഷ്ടം മാത്രം നോക്കല്ലോ. കേട്ടില്ല ഗൈസ്. നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ കൂടുതലുള്ള ഇഷ്ടം നോക്കണം. അങ്ങനെയാണല്ലോ. ചുമ്മാ ഗൈസ് നിങ്ങളുടെ ഇഷ്ടം നോക്കിയാൽ മതി. കുറേ ആൾക്കാർ കുറേ ഡയലോഗ് അടിക്കും. നിങ്ങളത് നോക്കണ്ട. The dog always be barking. Don't we need to mind that dog is barking. Okay. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എടുത്തു പോകാനുള്ള വാട്ടർ കണക്ഷൻ. വെള്ളം വേണം. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇതൊന്നും ഇല്ല, സോംബി സ്പോണിങ് ഒന്നുമില്ല. ഗൈസ് ഞാൻ ഫസ്റ്റ് കയറിയപ്പം കുറേ കേവ് ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കേവ് അടയ്ക്കാൻ അടച്ച് വയ്ക്കാൻ നിന്നില്ല. പിന്നെ മനസ്സിലായ ആ കേവിൻ്റെ അകത്തൂടെ വരുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ ആ കേവ് എല്ലാം കൊണ്ടു അടച്ചു. അതാ ഗൈസ് ഞാൻ ലേറ്റായേ. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇന്നലെയോ എന്നാന്ന് പറയണ്ടേ ഗൈസ്. പിന്നെ സത്യം പറയാം, എൻ്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ഒന്നും വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ഗൈസ് നിങ്ങൾ സംശയിക്കുന്നത് ഞാൻ എപ്പം കുറിച്ചാണെന്ന്. ഗൈസ് ഇത് ഞാൻ എപ്പോൾ ഡിഗ് ചെയ്തതെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ ആ കോഴി ഫാമേ ഇത്രയും ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞിരുന്നേ. ഇത്ര എക്സ്റ്റെൻഡ് ചെയ്യാണോന്ന്. ബട്ട് പിന്നെ നിന്നില്ല. മടിയൊന്നും നമ്മൾ ഒരു ജോലിയും ചെയ്തില്ല. അതാണ് മടിയുടെ പവർ ഗൈസ്. അങ്ങോട്ട് ഇവിടെ മഴ പെയ്യാൻ ചാൻസ് ആണെന്നുണ്ട്. നമ്മൾ മഴ പെയ്താൽ ഞാനൊന്നും നോക്കത്തില്ല. ഞാൻ ഇറങ്ങി കുളിക്കും. പറഞ്ഞേറുന്നില്ല. അപ്പോഴത്തേക്ക് കറണ്ടും പോയി. ശോകമേ ഗൈസ്. നമ്മൾ ഫോണിലായതുകൊണ്ട് അതത്രയും കാര്യമില്ല. നാളെ ചോദിക്കുക ഇപ്പം ആരെങ്കിലും വീഡിയോ ഇപ്പം നമ്മുടെ ഏരിയയിലായിട്ടുള്ളവരെല്ലാം. എന്നിട്ട് എൻ്റെ ഏരിയ നിങ്ങൾക്ക് അറിഞ്ഞൂടാല്ലേ. എനിക്ക് നിൻ്റെ ഏരിയ നിങ്ങൾക്ക് ചിലർക്ക് അറിഞ്ഞൂടാല്ലോ. ഗൈസ് ഐ എം ഫ്രം മലവള. ഓക്കെ. ഇത് ഞാൻ അറിഞ്ഞിടത്തേക്ക് വേണ്ടി പറഞ്ഞു. അറിയുന്നവർക്ക് വേണ്ടിയല്ല. ആ കറണ്ട് വന്നു ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയും വെള്ളം ഇനി നമുക്ക് ഇവിടുന്ന് ഇത് കൊടുക്കണം. ഓക്കെ. വെള്ളം. അയ്യോ എനിക്ക് ചെറിയ ഇതുണ്ട്. നമ്മളെ ഇവിടെ ഫിഷ് ചെയ്യാവോ വെള്ളത്തിനകത്ത്? വെള്ളമല്ലേ ഇതിലൂടെ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ ഇത് മാറി. എന്നറിയാമോ, നമ്മൾ ഈ ബ്ലോക്ക് ഒട്ടിക്കുമ്പോൾ ഈ ഡേർട്ട് വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം വെള്ളം ഇല്ല. അയ്യോ മണ്ടയ്ക്കത്തൊന്നും പൊട്ടിക്കല്ലേ. ഒന്നാമത് എന്താണെന്ന് അറിഞ്ഞൂടെ നമ്മുടെ സുറി അങ്ങനെ വേണ്ട പേര്. ഗൈസ് നിങ്ങൾക്ക് ഞാൻ്റെ മൾട്ടിപ്ലെയർ കളിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സമയവും ഇതും നിങ്ങളുടെ ഇതില്ലേ നീ അതും കൂടി ഇതിനകത്ത് ഇടും. ഇവിടെ പറ്റത്തില്ലേ? എന്താ ഇവിടെ എന്തോ പറ്റത്തില്ല. അവിടെ ബ്ലോക്ക് പറ്റത്തില്ല. ഓക്കെ കുഴപ്പമില്ല. ഒരു ബക്കറ്റ് പോലെ ബക്കറ്റ് നമുക്ക് ബക്കറ്റ് ഇത് ഇവിടുന്ന് വെള്ളം എടുക്കും. എന്നിട്ട് നമ്മൾ ഇതെടുത്ത് വയ്ക്കും. ഇപ്പം പറ്റത്തില്ല. ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഒരു
ഒരു സീൻ കാര്യമായിട്ടുണ്ട്. വെള്ളം എത്ര എടുത്താലും വരുന്നില്ല. നമ്മളെന്തിനാ ഇവിടെ ഒന്നും ടൈം വേസ്റ്റ് ചെയ്യുന്ന? ഡോണ്ട് നീഡ് ടു വേസ്റ്റ് മൈ ടൈം. നമ്മൾക്ക് സമയം മുഖ്യം. ഞാൻ സമയം വേസ്റ്റ് ചെയ്താൽ എനിക്കല്ല പണി കിട്ടുന്ന, നിങ്ങൾക്കാ. അതാ ഗൈസ്, എനിക്ക് സമയം വേസ്റ്റ് ചെയ്താൽ എനിക്കും പണി കിട്ടും. ഞാൻ കഷ്ടപ്പെട്ട് ഇത്ര ഇടുന്ന ഗൈസ്. നിങ്ങൾ ചോദിക്കുന്നത് എന്താ എഡിറ്റ് ചെയ്തിടാത്തത് ഗൈസ്? നമ്മളൊരു ഇത് എഡിറ്റ് ചെയ്യുമ്പോഴേ ഇതിൻ്റെ അകത്ത് നമ്മൾ ചില സീനെല്ലാം കട്ട് ചെയ്ത് കളയണം. അതാണ് ഒരിത്. അതാണ് ഗൈസ് ഞാൻ എഡിറ്റ് ചെയ്യാൻ നിൽക്കാത്തത്. ഗൈസ് എഡിറ്റ് ചെയ്യാൻ ഞാൻ എത്ര ടൈം എടുത്ത് നിങ്ങൾക്ക് അറിയണ്ടേ? അതാ ഗൈസ്. അവിടെ ബ്ലോക്ക് ഒന്നുമല്ലേ? ഓക്കെ, ഇനി ഇവിടെ ആയിട്ട് വെട്ടം കൊടുക്കണ്ടേ? നമ്മൾ ടോർച്ചെല്ലാം മാറ്റി. ഇപ്പോൾ അത് ഓൾഡായി. നമ്മളിപ്പം ഇതാക്കി, ലാറ്റൺ. അങ്ങനെയല്ലേ ഇതിപ്പോൾ മാം ചെയ്യണം. ഞാൻ പോകുന്നു. പിന്നെ വെള്ളത്തിൽ മുങ്ങി തന്നെ പോകണം കേട്ടോ. വെള്ളത്തിൽ മുങ്ങി പോകുന്ന കാണിച്ചു തരാം. ഈ സൈഡിലോട്ട് വെള്ളത്തിൽ മുങ്ങിയാൽ മതി. പക്ഷെ ലാറ്റിൻ വെക്കണം. അല്ല, ഇവിടെ വിട്ട് മുങ്ങണ്ട. ഞാൻ ലാറ്റിൻ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെട്ടം. ബിഗ്ലേ വെട്ടം മുക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, ബിഗ്ലേ കപ്പ് മുക്കിയും കണക്ക് തന്നെ വെട്ടം മുക്കിയും. ഇത് എൻ്റെ വെട്ടം മതിയായിരിക്കും. ഒരു എനിക്ക് തീരാവും. വെള്ളത്തിൽ വെട്ടം വേണ്ട. ഓക്കെ, ഇനി ഉണ്ടല്ലേ ഗൈസ്. നമുക്ക് വീറ്റും വാട്ടർമെലനും പിന്നെ വേറെന്തോ രണ്ടും മതിയോ? വാട്ടർമെലൻ നല്ല അടിക്കണ്ട. മെല്ലനല്ലേ കണ്ടാ മെലൻ സീഡ്. ഇത് വാട്ടർമെലൻ അടിച്ചൊന്നും കിട്ടത്തില്ല. ഗ്ലിസ്റ്ററിങ് എല്ലാം കഴിഞ്ഞ് വീറ്റിൻ്റെ സീഡാണോ? ഇത് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ വീറ്റിൻ്റെ സീഡാണോന്ന്. കറക്റ്റ് വീറ്റിൻ്റെ സ്പെല്ലിങ് പക്ഷേ ഇതല്ല. ഇത് പശുവിനെല്ലാം കൊടുക്കുന്ന ഗൈസ്. വീറ്റിന് എന്താണെന്ന് അറിഞ്ഞുകൂടാ. വീറ്റ് ഇത് പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇതും കൊക്കോബി കൊള്ളല്ലോ, നല്ല പേര്, എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ഹാങ്ങിങ് റൂട്ട്സ്. ഗൈസ്, നമ്മളെ വിഷയത്തിൽ നിന്ന് കൈ തന്നെ മാറുന്നു. സോറി കൈ തന്നെ മാറുന്നതിന്. കണ്ടത് ഇതാ നാച്ചുറലല്ലേ ഇത് കാണുന്നത്. കോക്കോ ബീൻസ് ഉണ്ട്. ഇവിടെ മെലൻ സീഡ് ചെയ്താൽ നിങ്ങളോട് അടിച്ചു നോക്കട്ടെ. മെലൻ നേച്ചറിലാണ്. അപ്പം സീഡ്സ്, മെലൻ സീഡ്, ബീട്രൂട്ട് സീഡ്, കാശിലത്തെല്ലാം കളയാം ഗൈസ്. എനിക്ക് ഈ ക്രോസ് ബോ കളയാം, ബാക്കിയൊന്നും കളയാൻ പറ്റത്തില്ല. സീഡ്, പംകിൻ സീഡ്. ഇത് സീഡാ? ഏതിൻ്റെ സീഡ്? പിച്ചർപോടാ. പക്ഷേ ഇത് പംകിൻ സീഡ്. ഇത് നമ്മളിപ്പോൾ എടുത്ത ഇതേതാ? ബീട്രൂട്ട് സീഡാ. ഇത് പംകിൻ സീഡ്. ഇത് സീഡ്. ഇത് മെലൻ. അത് നമ്മളെടുത്ത് ബീട്രൂട്ട് എടുത്ത് ടോർച്ച് ഫ്ലവറാണ്. ഇത് നല്ല സാധനമാണ്. ഈ ടോർച്ച് ഫ്ലവർ വെട്ടം കിട്ടും. നമ്മൾ ഷടേന്ന് പറഞ്ഞ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഡേർട്ടായി പോവും. ഇത് ചെറുതായിട്ട് വളർന്നിട്ടാണ് ബോൺസ് ആപ്പിളിയും കൊടുക്കുക. ഈ ചെടികളിലേക്ക് മോൺസ്റ്റർ സ്പോണർ ഉണ്ടായിരുന്നെങ്കിൽ. മോൺസ്റ്റർ സ്പോണർ മീൻസ് ഈ മോൺസ്റ്ററിന് ഇരച്ച് ഈ കരയിലെയും കടലിലായിട്ട്. ബിക്കോസ് അത് നമ്മൾ ആക്രമിക്കുമല്ലോ, അതുകൊണ്ടാണ് മോൺസ്റ്റർ എന്നുള്ള പേര് വന്നത്. ഇത് നമുക്ക് കൊക്കോസീഡ് വളർത്തിയല്ല വേണ്ട.
ഗൈസ് ഇത് വളർത്തിയിട്ട് നമുക്ക് ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉപയോഗമില്ല. ബിക്കോസ് നമ്മൾ ക്രിയേറ്റിട്ട് അടിക്കാം. ബട്ട് സർവൈവൽ കളിക്കുന്ന പ്ലേയേഴ്സിനെല്ലാം ഇത് നല്ല വൃത്തിക്ക് ഉപയോഗപ്പെടും. ഞാൻ 1000 വാക്കുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എന്തോ മെല്ലൻ ബീട്രൂട്ട് ഏകദേശം വേണം. പംകിൻ നമുക്ക് അത്രയും വേണ്ട. പംകിൻ നമുക്ക് അത്രയും വേണ്ടെന്ന് പറഞ്ഞാൽ പംകിൻ കൊണ്ട് അത്രയും ഒരു ഉപയോഗമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പംകിൻ ഇച്ചിരി എടുക്കുന്നത്. ബട്ട് ഈ മെലൻ്റെ കൂടെ പംകിങ്ങോ അത് നല്ല ഇതില്ല. നമുക്ക് ഇനി എല്ലാം വലിയ ഞങ്ങൾക്ക് ഈ സ്ലോട്ടിൽ എന്ത് ഇടണം? ഈ സ്ലോട്ടിൽ ബീട്രൂട്ടും ഉണ്ട്, ടോർച്ച് ഫ്ലവറും ഉണ്ട്. ടോർച്ച് ഫ്ലവർ നമുക്ക് ആവശ്യമില്ല, ബിക്കോസ് ഇവിടെ വെട്ടമുണ്ട്. നമുക്കതുകൊണ്ട് കൊക്കോനെ എടുക്കാം. കൊക്കോ അയ്യോ ഇതാ കേസ് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്പെല്ലിങ് കൂടിപ്പോയെന്നും പറഞ്ഞ് എനിക്കൊരു സ്പെല്ലിങ് പറ്റിയിരിക്കുന്നു. കൊക്കോ ബീൻ തിന്നാൻ പറ്റത്തില്ല, കൃഷി ചെയ്യാൻ പറ്റത്തില്ല, തിന്നാൻ പറ്റില്ല, തിന്നാനും പറ്റത്തില്ല, കൃഷി ചെയ്യാനും പറ്റത്തില്ലേ. ഇവിടെ ഇത്ര പംകിങ് ആക്കാം, അതാ ബെറ്റർ. അയ്യോ ഗ്ലാസ് ഓക്കെ ഇരിക്കട്ടെ. ഇത് ഗ്ലാസ് മൈൻക്രാഫ്റ്റ് ആയാലും കൊക്കോ വളർത്തിയാൽ ലൈസൻസ് വേണോ? ലൈസൻസിന് അവിടെ എടുക്കും. ദിവസം വരുന്നു. ഇവിടെ ഇത്ര ബീട്രൂട്ട് വെച്ച് മെയിനാണ്. ഇതിനകത്ത് ഞാൻ കാണിച്ച കണക്ക് നിങ്ങൾ ഫസ്റ്റ് ഈ വാട്ടർ സെറ്റ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇതുണ്ടല്ലോ ചെയ്ത ഡോട്ടായി പോവും. വാട്ടർ ആകുമ്പോൾ വാട്ടർ കുടിക്കത്തുള്ളൂ. അതുകൊണ്ടല്ല ഇതൊന്നുമില്ല. ഇവിടെ നമ്മൾ ഇതിൽ വെച്ചായിരുന്നോ? കേൾസ് പോയതാ പോയാൻ പറ്റത്തില്ലേ? ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ബോൺ സാപ്ലിംഗ് ആണ്. ഇല്ല, ബോണില്ല, അതാണ് ഇതിൽ മെയിൻ. അയ്യോ ഞാൻ എന്തെല്ലാം അടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബോൺ മീൽ നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങിയാണ്. ഈ വെള്ളം കിട്ടിയതില്ല ബോൺ മീൽ കൊടുക്കാവുള്ളൂ. ബാക്കിയുള്ളതിന് കൊടുക്കുന്നതെല്ലാം വേസ്റ്റ് ആവും. കണ്ട ബോൺ മീൽ എടുത്തുള്ള കുഴപ്പം ഇതിൻ്റെ ഇത് ചെയ്യുക. പിന്നെ മെലനിന് കൊടുത്തിട്ട് കാര്യമില്ല. ഇത് ഇത്ര എത്തുമ്പോൾ തന്നെ ബാക്കി മെലൻ അത് തന്നെത്താനെ വളർന്നോളും. അങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള കാരണവന്മാർ പറഞ്ഞിട്ടുള്ള മൈൻക്രാഫ്റ്റിലെ കാരണവന്മാർ. നിങ്ങൾക്ക് മാൽബ്രോനാണോ ഇഷ്ടം, മാഡ് ഗെയിംസ്റ്ററിനാണോ, അതോ വെട്രോഫ്ലെക്സിനാണോ ഇഷ്ടമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് യൂട്യൂബറിൻ്റെ ആണെന്ന് നോക്കാനാണ്. എനിക്കിഷ്ടം ഇവരെല്ലാം ഇഷ്ടമാണ്. ഞാനിവിടെ അഡിക്റ്റാന്ന് പറഞ്ഞാൽ അഡിക്റ്റാ. ഇവിടെ സാധാ സീഡും മുഴുകയില്ല. ഇത് മെലണ്ട ഉയർച്ചപ്പെട്ടു. ഗൈസ് നമുക്കിത് ഇത്രേ വളർത്താൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ മെച്ചുറേഷൻ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇതിൻ്റെ ഇത് തന്നെ ചെയ്യണ്ടേ. വെള്ളം കിട്ടിയെടുത്ത് മാത്രം ചെയ്യുക, എല്ലാത്തരത്ത് ചെയ്താൽ നിങ്ങളുടെ ആ ബോണിൽ തന്നെ നഷ്ടപ്പെടുന്നു. ഞാൻ കാണിച്ചു തരാം. ബിക്കോസ് അത് വളരണ്ടേ. ചുമ്മാ കേട്ടോ. എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടാണ് പറഞ്ഞത്, അവരാണ് അങ്ങനെ പറഞ്ഞത്. ഇവിടെ പമ്പിങ് അല്ലേ കൊടുക്കുക? ഇവിടെ ഫുള്ള് മെലനാണോ? ചിലർക്ക് വിത്ത് കൊടുക്കാൻ വിട്ടുപോയോ? അത് വരണ്ടല്ലോ. ഞാനതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഇതിന് എത്ര ആണെങ്കിലും കൊടുക്കാം.
ഇതിന് കൊടുക്കാൻ പറ്റത്തില്ല. ഇതിനുള്ള ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് കഴിഞ്ഞ് നമ്മളത് അപ്സെറ്റ് ചെയ്യത്തില്ല ഗൈസ്. ഇതെന്ന് പറയുമ്പോൾ മറ്റേ സാധാ കാട്ടുപിടിച്ച പുല്ലില്ല, അതിന് കീടാം. ഞാൻ ആ സ്ലോട്ട് ഫ്രീ ആവണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടാണ് കാട്ട് കയറി പിടിച്ച് അവിടെ എടുക്കുക. ഇവിടെ എല്ലാം മരുന്നാണോ കൊടുത്ത്? ഒരു കൊച്ചറായല്ലേ, എല്ലാം നമുക്ക് സെറ്റായിക്കോളും. ഗൈസ് നമ്മളൊരിക്കലും ഒരു ബേസിൻ്റെ നീളവും ഇതും നോക്കിയല്ല ഗൈസ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് എത്ര നാൾ ജീവിക്കാം, സർവൈവിങ്, അതാണ് നോക്കേണ്ടത്. ഗൈസ് ഞാനിവിടെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ കൂടെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന പ്ലേയേഴ്സിനെല്ലാം എൻ്റെ ഈ ചാനലിൻ്റെ താഴെ എസ് ഒന്ന് അടിച്ചിട്ട് നിങ്ങളുടെ മൈൻക്രാഫ്റ്റിലെ എൻ്റെ എൻട്രിങ് ഐ ഡി നിങ്ങൾ നെയിം അതെല്ലാം ഉണ്ടല്ലോ ഇട്ടോ. നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെ മൾട്ടിപ്ലെയർ കളിക്കണ്ട, ഇങ്ങനെ ഒരെണ്ണം കൊടുത്താൽ മതി. ഓക്കെ ഗൈസ്, എന്നാലും നമ്മുടെ വീട് ഭംഗിയില്ലാത്ത കണക്ക്, ഒരു മരമില്ലാത്ത കണക്ക്. കണ്ടാൻ പറഞ്ഞില്ല ഒരു മത്തങ്ങ വന്ന്, ഒരു മത്തങ്ങ വന്നിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമ്മൾ പ്രഷർ പ്ലേറ്റിൻ്റെ മണ്ടയ്ക്ക് നിന്നാൽ മതിയോ? അത് നോട്ട് അപ്സെറ്റിംഗ് ആണ്. മരമില്ലാത്ത കണക്ക്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വേണ്ട, ഫ്രണ്ടിലായിട്ട് വെച്ചാൽ പണിയാം. ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചാലേ വേണ്ട, ഇതൊരു അലമ്പോ. നമുക്ക് ഇവിടെ ഇട്ട് വെക്കാം, ചെറി ട്രീ വയ്ക്കാം. എനിക്ക് ചെറി ട്രീ ഇവിടെ മുളകത്തുമില്ല. ഡാർക്ക് ഓക്ക്, ഓക്സാപ്പിൾ, ജംഗിൾ, ചെറി ഇല്ലേ, നമുക്ക് ചെറി ട്രീ ആവേണ്ട. ചെറി സാപ്പിൾ. ഇത് എവിടെയായിട്ട് വെച്ച ഗ്യാസ് അത് ഓടിച്ചു കണ്ടോ? നമ്മുടെ ചെറിയ ട്രീ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറം. മോനെ ഇപ്പം ഒരു വീടിൻ്റെ ഭംഗിയായത് അല്ലേ? ഒരു ഭംഗി. ഒരു കറണ്ടും പോയി മുന്ന് കളിക്കുന്നു ഗൈസ്. കറണ്ട് നമ്മളെ പേടിപ്പിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അത്രയ്ക്കും ധൈര്യമുണ്ട്. പിന്നെ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് എടുത്തും വേണം, എന്നാലേ ഈ പ്ലേസ് അട്രാക്റ്റീവ് ആകത്തുള്ളൂ. ചെറിയ ട്രീ ഇവിടെയും പറഞ്ഞെല്ലാം വരുമ്പോഴാണ് ഈ ഫുട്ബോൾ ഗ്രൗണ്ട് കാണുക ഗൈസ്. നമ്മുടെ ഗ്രൗണ്ട് ഫിഫ ഗ്രൗണ്ട് അത്ര ഇല്ലെങ്കിലും നമ്മുടെ ഇതാ ബെസ്റ്റ്. ഒരിക്കൊന്നും ഇത് ഇവിടെ മുളയ്ക്കത്തില്ല, അല്ലെങ്കിൽ ഒറ്റോണം വീണേന്. കണ്ട, എനിക്കൊന്നും ഓരോ ഗ്യാപ്പ് വേണമെന്ന്. ഇതിവിടെ മുളയ്ക്കത്തില്ല. നമ്മൾ ഒന്നേക്കുള്ള ഉപയോഗിക്കുന്നത് അത് ഇവിടെ മുളയ്ക്കത്തില്ല എന്നാണ് എൻ്റെ അർത്ഥം. അണ്ടർസ്റ്റാൻഡ്? കാണിച്ചു തരാം. കണ്ടോ, ഒറ്റ അടിക്ക് വളർന്നതുണ്ടോ? നമ്മൾ മാക്സിമം നമ്മൾ സ്റ്റേഡിയം അട്രാക്ഷൻ ആക്കണം. നോക്കട്ടോ, വളരെ എല്ലാ സ്റ്റേഡിയത്തിൽ വീഴണം, സീനായിരിക്കും കൈസ്. ഇനി ഇവിടെ റൊണാൾഡോ മെസ്സി അല്ല കൈസ് വരാൻ പോകുന്നു. അടുത്ത കൊണ്ടപ്പോൾ ഇതിലായിരിക്കും കൈസ്. അവരത്രക്ക് അട്രാക്ഷൻ അടിച്ചു പോകും. ഇതല്ലേ പറയാൻ ഒരു സ്വപ്നം മാത്രമാണ്, നിങ്ങൾ റീലായിട്ട് എടുക്കല് ഐസ്. കണ്ടില്ലേ, ചത്താൽ പോലും എനിക്ക് വിപ്പാക്കാരായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് വേണം, എന്നാലൊരു തണലേ ഉള്ളൂ. തണല് വേണം, അല്ലെങ്കിൽ ഒരു വെയിലത്ത് കളിച്ച് കുഴയും ഗൈസ്. അവരെല്ലാം ഷെഡ് ഉപയോഗിക്കുന്നു ഗൈസ്. നമ്മളുള്ളി നാച്ചുറൽ. എന്ത് പറയാനാ ഗൈസ്. കണ്ട ഈ ഗോൾ പോസ്റ്റ് നെറ്റിൽ പെട്ടുപോയല്ലേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വേണം വയ്ക്കാം. ഇത് വളരത്തില്ല. നമ്മൾ ഒറ്റ ഇത് വലിയുന്നതാണെങ്കിൽ അതവിടെ വളരത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഫസ്റ്റായിട്ട് യൂട്യൂബിൽ നോക്കി അങ്ങനെ ഒറ്റ എണ്ണത്തിൽ അത് വളരുകയാണെങ്കിൽ അവരത് ഒറ്റ ചെയ്യുന്നുള്ളൂ.
നമ്മൾ ഒന്നിൽ കൂടുതലെടുത്തും ചെയ്താൽ നമുക്ക് പണിയായിരിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ ഇത്? ഗൈസ് എൻ്റെ കൈ ചെറുതായിട്ട് പെടുത്തി പിടിച്ച്, കുഴപ്പമില്ല. ഗൈസ് കണ്ടോ, അമ്മ ഫുട്ബോൾ കളിക്കാൻ പോയാ സ്നോ ബോളാ. അതായത് നമുക്ക് ഇതിനകത്ത് ഫുട്ബോൾ ഇല്ല, അതുകൊണ്ട് നമ്മൾ സ്നോ ബോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഗൈസ്. അല്ലേ അത് നിങ്ങൾ ഇതിനൊരു കളി എനിക്ക് വിഷമമെല്ലാം ഉണ്ട് ഗൈസ്. ഈ മൈൻക്രാഫ്റ്റിലെ എക്സ്ബോക്സ് ആയി പന്ത് കൊണ്ട് ഓടിപ്പായിന് വളഞ്ഞും തിരിഞ്ഞു വന്നു ഗോൾ. അത് നമ്മൾ ഈ മെയിൻ കാര്യം മറന്നുപോയി, ഈ ബോക്സിൻ്റെ ഇത് വയ്ക്കാൻ. ഗോളി ഇതിൻ്റെ പുറത്ത് വന്ന് കൈയെടുത്താൽ ഗോളല്ലേ? പറയാ ഗോളി ഒരു ബ്ലോക്ക് വ്യത്യാസത്തിനില്ല. ഒന്നല്ല 2 ബ്ലോക്കില്ല. എത്ര ബ്ലോക്കാണ്? 1 2 3 ബ്ലോക്കുണ്ട്. പറയാം 3 ബ്ലോക്കിന് വ്യത്യാസമില്ല വെച്ചേക്കുന്നത്. 3 ബ്ലോക്കിൻ്റെ വ്യത്യാസം പറ്റില്ലേ? ഉണ്ടാവും. ഈ വൈറ്റ് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അത് ഇതെല്ലാം ചെയ്തത്. പിന്നെ മറ്റേ ഗ്രാസ് ബ്ലോക്ക് വേണ്ടല്ലോ. നിങ്ങൾ ഡെസേർട്ടിൽ ചെയ്യാൻ നോക്കിയാണെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് നല്ല മാച്ച് ആവുന്നതാണ്. പിന്നെ ഈ റോക്കി ഏരിയാസില്ല, റോക്കുള്ള അവിടെ നിങ്ങൾ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണം. ഒന്നെങ്കിൽ ഈ ഗ്രാസ് ബ്ലോക്ക് അവിടെ ഫിറ്റ് ചെയ്യണം. ക്രിയേറ്റിവിറ്റി സർവൈവൽ ചെയ്യുന്നവരെല്ലാം മാക്സിമം ഗ്രാസ് ലാൻഡ് ചെയ്യാൻ നോക്കുക. ഗ്രാസ് ലാൻഡ് അല്ല, ഈ ഗ്രാസ് ലാൻഡും ഡെസേർട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല, നല്ല ലുക്കുണ്ട്. ബട്ട് റോക്കി ഏരിയ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതല്ല. ഞാൻ കാണിച്ച റോക്കി ഏരിയ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഞാൻ അവിടെയാണല്ലോ ഫസ്റ്റ് സ്പോണായത്. കണ്ട അത് കണക്കത്തെ റോക്കി ഏരിയ ചെയ്യരുത്, ബിക്കോസ് ഒരു ടെക്സ്ചർ കിട്ടത്തില്ല സത്യമായിട്ടും. നിങ്ങൾ ഇവിടെ അല്ലേ ഉണ്ടേ, നമുക്ക് അവിടെ വീടിന് ഉണ്ടാക്കിക്കൊണ്ടു വെച്ചാലോ? വേണോ? വിളമ്പാവോ? നോക്കാം. ഒരു ബ്ലോക്ക് പൊളിക്കണം, അതാ എനിക്ക് വിഷമം. അല്ലെങ്കിൽ അത് വളരെ ചെറിയ സാപ്ലിൻ എറിയാനല്ല പറഞ്ഞ. ഇട് ചെറിയ സാപ്ലിൻ ബോൺ മീൽ. ഇത് വൈഡായിരുന്നു ഗൈസ്. ബോൺ മീലും വൈറ്റ് ഇതും തിരിച്ചറിയാൻ അതിൻ്റെ ഷേപ്പ് നോക്കിയാൽ മതി. അയ്യോ ചെറു അമേരിക്ക എനിക്ക് വലിയ കണക്ക് തോന്നുന്നു ഗൈസ്. ഇന്നത്തെ വീഡിയോ ഞാൻ ബൈൻഡ് ചെയ്യണം, നോക്കട്ടെ. 38 മിനിറ്റാ ഗൈസ്. ഞാനേ ഇതും കൂടെ വെച്ചിട്ട് ഞാൻ വീഡിയോ ബൈൻഡ് ചെയ്യാണ്. 38 മിനിറ്റ്, ഞാൻ പോലും ഞെട്ടിപ്പോയി. കണ്ടോ ഗൈസ്, നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് ഒരു ട്രീ. ഇതൊക്കെ ഈ 4 ഹൈലൈറ്റ് വയ്ക്കാം, എന്നിട്ട് ഞാൻ വീഡിയോ ബൈൻഡ് അപ്പ് ചെയ്യുന്നു. അണ്ടർസ്റ്റാൻഡ് ഗൈസ്? ഞാൻ ഈ വീഡിയോ ഇടാത്തതാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 30 മിനിറ്റ് വന്നേ. നമ്മൾ ഒന്നും പണിഞ്ഞില്ല അത്രയും. മറ്റേ ആ ഗാർഡൻ മാത്രമേ പണിഞ്ഞുള്ളൂ. അക്വാറിയം അത് നമ്മളൊക്കെ ഫിഷ് ഫുഡിൻ്റെ സോസ് പണിഞ്ഞില്ല, പിന്നെ ഇതിൻ്റെ സോസ് പണിഞ്ഞില്ല, എന്തിൻ്റെ പിന്നെ ഇതിൻ്റെ സോസ് പണിഞ്ഞില്ല. നമ്മൾ വേറെ ആ ഫിഷിന് അത് മാത്രമേ പണിഞ്ഞുള്ളൂ. എന്നിട്ടും 40 ആവാറായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടോ ഗൈസ്, അങ്ങനെ നമ്മുടെ വീട് സെറ്റ്. അയ്യോ അവിടെ എന്തോ കുറവ് കണക്ക് 4 മരമില്ലേ. പക്ഷെ എന്നിട്ട് നൈസിന് വന്നിട്ട് എല്ലാ ബ്ലോക്കും പൊട്ടിക്കണം. ഡേർട്ട് വെച്ചാൽ വീടിനൊരു അലമ്പാ. എന്നിട്ട് എല്ലോ കോൺക്രീറ്റ് വയ്ക്കണം, അല്ലെങ്കിൽ എല്ലോ കോൺക്രീറ്റ് എടുത്ത് തിരിക്കുമോ? കണ്ട അഴുത്തില്ല, അത് ഡേർട്ടിലേ അഴുത്തുള്ളൂ. പക്ഷെ മരം എവിടെയെങ്കിലും വരും, അതുകൊണ്ട് അത് സീനില്ല. ഗൈസ് നമ്മുടെ പാലൻ്റെ ഗൈസ് ഞാൻ വൈറ്റ് കോൺക്രീറ്റ് വയ്ക്കുകയാണ്. ഭൂമിയിലാണ് ഗൈസ്. എന്നാൽ യെല്ലോ കോൺക്രീറ്റ് എടുക്കുക, അതാ ബെറ്റർ. നമ്മൾ ഒരു വീട് പണിഞ്ഞ് ഏത് കളറിലാണോ നമ്മൾ അതിൽ വെച്ച് നിർത്തുക, അതാണ്.
ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് വല്ല ഓരോരോ ബ്ലോക്ക് അടിക്കാൻ നിങ്ങൾ പെട്ടെന്നൊന്നും ചെയ്യണ്ട. ശാന്തി, സമാധാനം. എന്നാലും ഞാൻ ചെയ്യുന്ന ഇതണക്ക് ചെയ്യാൻ നോക്കണ്ട. ബിക്കോസ് ഇതൊരു പൊട്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തോ തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതിയേ. അങ്ങനെ ഞാൻ വീഡിയോ പറ്റിപ്പിന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം ചെയ്ത് നിങ്ങൾ വീഡിയോ നിർത്താൻ പറ്റും. ബൈ ബൈ.